നിങ്ങൾ ഞെട്ടും. മുസ്ലിം ലീഗ് മതേതരവാദികളാണെന്ന് കോൺഗ്രസുകാർ പറയുന്നത് കേട്ടു. എന്നാൽ ലവ് ജിഹാദ്, പ്രണയ ജിഹാദിനു വേണ്ടി മാത്രം ഇന്ത്യയിൽ ആദ്യ ലവ് ജിഹാദ് നടത്തിയത് ആരാണെന്നറിയാമോ? 1999 അബ്ദുൾ സമദ് സമദാനിയേക്കാൾ 25 വയസ്സ് പ്രായം കൂടിയ അമ്മയുടെ പ്രായമുള്ള മാധവക്കുട്ടി എന്ന കമലാദാസിനെ കമല സുരയാക്കി കോടിക്കണക്കിന് രൂപ സൗദി അറേബ്യയിൽ നിന്നും മറ്റുമായി ജിഹാദ് നടത്തിയ വകയിൽ പറ്റിയെങ്കിൽ, ലവ് ജിഹാദ് നടത്തിയെങ്കിൽ 1918 ഇതേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായ മുഹമ്മദ് അലി ജിന്ന തന്നെക്കാൾ 25 വയസ്സും പ്രായ കുറഞ്ഞ തന്റെ സുഹൃത്തിന്റെ മകളെ ലവ് ജിഹാദ് നടത്തി കല്യാണം കഴിച്ച് മതം മാറ്റി. രത്തംബായി റൂട്ടി പെറ്റിറ്റ് എന്ന കോടീശ്വരപുത്രിയെ ടാറ്റ കുടുംബത്തിലെ മകളെ മറിയം ജിന്നയാക്കി. ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പെറ്റിറ്റ് കുടുംബത്തിലെ അംഗമായിരുന്ന ദിൻഷോ മനേക് ജി പെറ്റിറ്റിന്റെ പുത്രനായ സർ ദിൻഷോ പെറ്റിറ്റിന്റെയും പത്നി സില്ല പെറ്റിറ്റിന്റെയും മകളായിരുന്ന രത്തൻബായ് അഥവാ റൂട്ടി പെറ്റിറ്റ്. സില്ല പെറ്റിറ്റിന്റെയും പിതാവ് രത്തൻജി ദാദാഭോയ് ടാറ്റ സൺസിന്റെ ഉടമയായിരുന്നു. അതിസമ്പന്നയായ രത്തൻബായ് പിറന്നത് 20 ഫെബ്രുവരി 1900 1913 മുസ്ലിം ലീഗിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗത്വം കൊടുക്കുന്നു. 1914 മുതൽ മുഹമ്മദ് അലി ജിന്ന ബോംബെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വന്നു. അങ്ങനെ ദിൻഷ പെറ്റിറ്റുമായി സൗഹൃദത്തിലാകുന്നു. ആദ്യ ഭാര്യ മരിച്ച അനേകം സ്ത്രീകളുമായി ബന്ധമുള്ള ജിന്ന പെറ്റിറ്റ് കുടുംബമായി അടുത്തു. സ്വന്തം മകൾ ജിന്നയുമായി സൗഹൃദം പങ്കുവച്ചപ്പോൾ അത് പിതൃപുത്രി ബന്ധമാണെന്ന് ദിൻഷോ കരുതി. 1916 കുടുംബം ഡാർജിലിംഗിലേക്ക് ടൂർ പോയപ്പോൾ ജിന്നയെയും ഒപ്പം കൂട്ടി. എന്നാൽ ജിന്നയുടെ ഉള്ളിരിപ്പ് രത്തൻബായി എന്ന സൗന്ദര്യധാമവും അവളുടെ പേരിൽ മുത്തച്ഛൻ എഴുതി വെച്ച കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുമായിരുന്നു. ഡാർജിലിംഗിൽ നിന്നും തിരികെ ബോംബെയിലെത്തിയപ്പോൾ രത്തൻബായിയെ ജിന്ന തന്റെ പ്രണയക്കുടുക്കിൽ അകപ്പെടുത്തിയിരുന്നു. അന്ന് രത്തൻബായിക്ക് പ്രായം 16, ജിന്നയ്ക്ക് 41. 1.5 വർഷം കഴിഞ്ഞ് 1918 രത്തൻബായി ജിന്നയോടൊപ്പം ഇറങ്ങിപ്പോകാൻ സഹായിയെ വർത്തിച്ചത് ജിന്നയുടെ സഹോദരി തന്നെയായിരുന്നു. കേരളക്കാർക്ക് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? വലിയ കോളിളക്കമായി. പാഴ്സി സമുദായം സംഘടിച്ചു. അവിടെയും മതേതര ചമഞ്ഞ് ചിലരെത്തി. ഗാന്ധി, നെഹ്റു എന്നാണ് അവരുടെ പേര്. സ്ത്രീകളുടെ അവകാശങ്ങളെപ്പറ്റി അവർ ഘോരഘോരം സംസാരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും സഹായം തേടി. ഈ കഴിഞ്ഞ മാസം 16 വയസ്സ് പ്രായമുള്ള ഒരു പട്ടികവർഗ പെൺകുട്ടി ആ പ്രത്യേക മതസ്ഥരുടെ കൂടെ ഇറങ്ങി വന്നപ്പോൾ അവനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ കാണിച്ച അതേ ആവേശം. കാരണം ആ പെൺകുട്ടി വല്ലവന്റെ മകളാണ്. വല്ലവന്റെ മകൾ നശിച്ച് തുലഞ്ഞു പോകുന്നത് കൊണ്ട് ഈ നേതാക്കന്മാർക്ക് ഒരു ഛേദവുമില്ല. മാത്രമല്ല, സ്വന്തം മകളെ മാമോദിസയും കൃത്യമായ ആചാരപ്രകാരം വളർത്തി വിദേശത്ത് പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം, ജോലി എന്നിവ വാങ്ങിക്കൊടുത്ത് സ്വസമുദായത്തിൽപ്പെട്ട നല്ല കുടുംബത്തിൽ പിറന്ന പയ്യന്മാരെ കൊണ്ട് കെട്ടിച്ചുവിടും. കല്യാണം കഴിച്ചതിനു ശേഷം ജിന്ന ആദ്യം ചെയ്തത് രത്തൻബായിയെ മതം മാറ്റി പേര് മാറ്റുകയായിരുന്നു. 1 മാസത്തോളം അവളെ മതം പഠിപ്പിച്ചു. എന്നിട്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. പട്ടുമെത്തയിൽ സർവ്വസുഖത്തോടെ ജീവിച്ച അവൾ പട്ടിണി എന്തെന്നറിഞ്ഞു. കഴിക്കാൻ ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഗർഭിണിയായി. സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ല. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കുടിസുമുറിയിലാണ് മറിയത്തെ താമസിപ്പിച്ചിരുന്നത്. അവിടെ വെച്ച് മറിയത്തിന് ഒരു മകൾ പിറക്കുന്നു. ദിന എന്ന പേരുള്ള ഒരു കുഞ്ഞിനെയും കൂട്ടി മറിയം ജിന്ന എന്ന രത്തൻബായ് തിരിച്ച് ബോംബെയിൽ എത്തിച്ചേരുന്നു. നാട്ടിൽ വന്ന ശേഷം ജിന്നയുടെ കള്ളം മനസ്സിലാക്കിയ രത്തൻബായ് ജിന്നയുമായി ഒരിക്കലും ഒത്തുപോകാൻ ശ്രമിച്ചില്ല. താജ് ഹോട്ടലിലെ ഒരു സ്യൂട്ടിൽ താമസിച്ചു. പരിചാരക ആരാണെന്നറിയാമോ? മലയാളി സരോജിനി നായിഡു. വാനം പാടി എന്ന് വാഴ്ത്തിപ്പാടിയ സരോജിനി നായിഡു തന്നെ. 1929 ഫെബ്രുവരി 20 ജന്മദിന ദിവസം ശ്രീമതി രത്തൻബായ് ഇഹലോകവാസം വെടിഞ്ഞു. അതിനുശേഷം മകളായ ദിനയെ പെറ്റിറ്റ് ടാറ്റ കുടുംബം ഏറ്റെടുത്തു. സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്നാണ് എന്റെ ഓർമ്മ. 1919 ഒരു ഓഗസ്റ്റ് അർദ്ധരാത്രിയിലാണ് ദിന പിറന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. പിതാവ് പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിന് കൃത്യം 28 വർഷം മുൻപ് 1938 തന്നെ ധിക്കരിച്ച പാഴ്സി മതക്കാരനായ നെവിലെ വാർഡിയയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ദിനയോട് പിതാവ് ജിന്ന ഒന്നേ ചോദിച്ചുള്ളൂ. ദശലക്ഷക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ഇന്ത്യ ഭൂഖണ്ഡത്തിലുണ്ട്. അവരിൽ ഒരാളെയെങ്കിലും നിനക്ക് വരിച്ചുകൂടെ? അച്ഛന്റെ മകളായ ദിന ഉരുളക്കുപ്പേരി പോലെ കൊടുത്ത മറുപടിയാണ് അതിലും പ്രശസ്തം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൂടുതൽ വൈറലായത്.
ദശലക്ഷക്കണക്കിന് മുസ്ലിം യുവതികൾ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഉണ്ടായിട്ടും താങ്കൾ എന്തിനാണ് പാഴ്സി മതക്കാരിയായ എന്റെ അമ്മ രത്തൻബായിയെ വിവാഹം കഴിച്ചത്? അതോടെ തീർന്നു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം. 1948 ആധുനിക പാകിസ്ഥാന്റെ സ്ഥാപകനായി മാറിയ ജിന്ന അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ പോലും പ്രവേശിക്കാൻ ദിനയെ അനുവദിച്ചില്ല എന്നാണ് പിൻകാല ചരിത്രം. കാരണം വ്യക്തം. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവിന്റെ മകളാവട്ടെ പിതാവിനൊപ്പം അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ പുതിയ രാജ്യത്തേക്ക് പോയതുമില്ല. 1948 സെപ്റ്റംബറിൽ ജിന്നയുടെ മരണാനന്തര ചടങ്ങുകൾക്കായാണ് ദിന പാകിസ്ഥാനിൽ കാലുകുത്തിയത്. അതിനുശേഷം 2017 ശേഷം 98 വയസ്സിൽ ദിനാവാടിയ ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങിയത്. പിതാവിൽ നിന്നകന്ന മകളുടെ മരണവാർത്ത ജിന്ന തന്നെ സ്ഥാപിച്ച ഡൗൺ ദിനപത്രത്തിലൊഴികെ പാകിസ്ഥാനിലെ വാർത്താ മാധ്യമങ്ങളിൽ ഒന്നും വലിയ പ്രാധാന്യം നേടിയില്ല. കാരണം ഈ വാർത്ത വായിച്ച മുസ്ലിം പെൺകുട്ടികൾ അമുസ്ലിങ്ങളെ കല്യാണം കഴിച്ചാലോ എന്നുള്ള പേടി തന്നെ. രത്തൻബായി 10 വർഷം അനുഭവിച്ച ദുഃഖങ്ങൾ എത്ര വിവരിച്ചാലും തീരില്ല.